സുധാകരൻ പുറത്തു പോയാൽ പാർട്ടിക്ക് പുല്ലാണ്. ആലപ്പുഴയിൽ CPM-ന്റെ ഒരു രോമം ഇളകില്ല. സുധാകരൻ പുകഞ്ഞ കൊള്ളി അത് പുറത്തു തന്നെ. സുധാകരൻ പോയതിൽ ഞങ്ങൾക്കെന്തോ വലിയ തട്ടുകേട് സംഭവിച്ചു, പാർട്ടിയുടെ അടിത്തറ ഇളകി, ആലപ്പുഴയിൽ നടുവും തല്ലി പാർട്ടി വീഴും എന്നൊക്കെയുള്ള പറച്ചിലാണ് പല കോണിൽ നിന്ന് വരുന്നത്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വർഗവഞ്ചകനെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി സുധാകരനാണ് തിരിച്ചടികൾ നേരിടാൻ പോകുന്നതെന്നും പാർട്ടി തല ഉയർത്തി തന്നെ നിൽക്കുമെന്നും ആലപ്പുഴയിൽ നിന്നുള്ള CPM നേതാക്കൾ വാതോരാതെ പറയുകയാണ്. CPM-ന്റെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഇതേ നിലപാട് തന്നെ. MM മണിയാകട്ടെ സുധാകരനെ പരിഹസിച്ചുകൊണ്ട് ശൂധാകരൻ എന്ന ഒരു പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട്. അതായത് സുധാകരൻ ഞങ്ങൾക്ക് വെറും ഷൂ ആണെന്ന്. ഒന്നും സംഭവിക്കില്ല, സുധാകരന്റെ നാളുകളാണ് എണ്ണപ്പെട്ടതെന്ന് MM മണിയും അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ല, സുധാകരൻ നിങ്ങൾക്കൊരു ഇരയേ അല്ല. സുധാകരൻ പുറത്തു പോയാൽ പാർട്ടിക്ക് പുല്ലാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സുധാകരനെ ആ വഴിക്കങ്ങ് വിട്ടേക്കണം. പിന്നെ എന്തിനാണ് CPM-ന്റെ നേതാക്കൾ ഇങ്ങനെ കണ്ട വേദികളിൽ മുഴുവൻ കയറി ഇറങ്ങി നിരങ്ങി മോങ്ങുന്നത്? സുധാകരൻ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് മോങ്ങൽ. പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്തു പോകുന്നു, ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്നാണല്ലോ CPM-കാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ പോയ ആൾ ആ വഴിക്കങ്ങ് പോകട്ടെ. പക്ഷേ അയാളുടെ പിന്നാലെ നടന്ന് വർഗവഞ്ചകൻ, കുലംകുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM അവരുടെ രോദനം നടത്തുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത രോദനമാണ്. കാരണം ആലപ്പുഴയിൽ സുധാകരൻ കാരണം ഇനി വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് പാർട്ടിക്ക് കൃത്യമായി അറിയാം. കാരണം സുധാകര പക്ഷത്തേക്ക് വലിയൊരു കൂട്ടം ആൾക്കാർ ഇറങ്ങിപ്പോകും. അല്ലെങ്കിൽ തന്നെ ആലപ്പുഴയിൽ കൂട്ടയടിയും പോർവിളിയുമാണ് CPM-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പൊട്ടിത്തെറിയാണ് ആലപ്പുഴയിലെ CPM-ൽ. പ്രത്യേകിച്ച് G സുധാകരൻ, തോമസ് ഐസക് ഇവരെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ ചവിട്ടി ഒതുക്കിയതിൽ വലിയൊരു വിഭാഗം പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഇടഞ്ഞു നിൽക്കുകയാണ്. അതിനിടയിലാണ് സുധാകരൻ പുറത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി നിന്ന് മത്സരിക്കാനാണ് സുധാകരൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആലപ്പുഴയിലെ പാർട്ടിയിൽ നിന്ന് വലിയൊരു കൊഴിഞ്ഞുപോക്കുണ്ടാകും എന്നുള്ള ഭയം CPM-നെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പുകഞ്ഞ കൊള്ളിയാണ് സുധാകരൻ പുറത്തെന്ന് പറയുമ്പോഴും സുധാകരന്റെ പിന്നാലെ കൂടി ഇങ്ങനെ വിമർശനങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കൂടി ചില നേതാക്കളാകട്ടെ സുധാകരനെ ഒന്ന് അനുനയിപ്പിക്കാനുള്ള ചില പ്രസ്താവനകൾ നടത്തുന്നതുമുണ്ട്. എന്നാൽ MV ഗോവിന്ദനും അതുപോലെ തന്നെ മറ്റു ചില നേതാക്കളുടെയും പ്രഖ്യാപനം, ഞങ്ങൾ സുധാകരന് സലാം പറഞ്ഞു കഴിഞ്ഞു, ലാൽ സലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി സുധാകരൻ ഈ പാർട്ടിയിലേക്ക് വരേണ്ടതില്ല എന്നുള്ള നിലപാടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ CPM-ന്റെ എല്ലാ നേതാക്കൾക്കും പറയാനുണ്ടായിരുന്നത് സുധാകരനെ കുറിച്ചാണ്. സുധാകരന് വാരിക്കോരിക്കൊടുത്ത എല്ലാ സൗഭാഗ്യങ്ങളെ കുറിച്ചുമാണ്. അതായത് MLA ആക്കി, മന്ത്രിയാക്കി തുടങ്ങി എല്ലാം ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് സുധാകരൻ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതിനെ എല്ലാത്തിനെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് സുധാകരന് സൗഭാഗ്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇവരെല്ലാവരും ഓർമ്മിപ്പിക്കുന്നത്. ഇത് പാർട്ടിയുടെ ഒരു കഴിവാണ്, സമ്മതിച്ചു. പാർട്ടി ലേബലിലാണ് സുധാകരൻ വളർന്നു വന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് സുധാകരൻ എന്ന നേതാവ് സ്വന്തമായ ഒരു ഓറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ലാത്ത നേതാവ്, അങ്ങനെ ഒരു വാക്കാണ് സുധാകരനെ കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത്. VS കഴിഞ്ഞാൽ പിന്നീട് പലരും പറയുന്ന ഒരു പേരും സുധാകരൻ്റേത് തന്നെയാണ്. ഈ പാർട്ടിയിലെ അഴിമതികൾക്കെതിരെ പോലും പലപ്പോഴും മുഖം നോക്കാതെ സംസാരിച്ചിട്ടുണ്ട് സുധാകരൻ. അതുകൊണ്ട് തന്നെ സുധാകരന് ജനപ്രീതി ഒരല്പം കൂടുതലാണ്. അങ്ങനെയുള്ളപ്പോൾ സുധാകരനെ വെട്ടിയൊതുക്കി വെച്ചിരിക്കുന്നതിൽ ആലപ്പുഴയിൽ വലിയ അമർഷമുള്ളവരുണ്ട്. അവർക്കെല്ലാവർക്കും ഇപ്പോൾ സുധാകരൻ ഒരു വലിയ വെളിച്ചമായി മാറുന്നു. കാരണം അവഗണന നേരിട്ടാൽ പിന്നീട് കടിച്ചു തൂങ്ങി കിടക്കരുത്, അവിടെ നിന്ന് പുറത്തേക്ക് പോകുക എന്നുള്ള ഒരു നയമാണ് സുധാകരൻ കാണിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ CPM-ന്റെ ആ ഒരു ചട്ടക്കൂട്, അതായത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുക അത്ര എളുപ്പമല്ല. മുൻപൊക്കെ പേടിയായിരുന്നു പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടിയിൽ നിന്ന് നേതാക്കൾക്കൊക്കെ പുറത്തു പോകുന്നതിൽ. കാരണം 51 വെട്ടിന്റെ പേടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അത്തരത്തിലുള്ള ഈ പാർട്ടിയുടെ ഭീഷണി മുതലായുള്ള ചട്ടക്കൂടുകളെ എല്ലാം പൊളിച്ചുകൊണ്ടാണ് സുധാകരൻ പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതൊരു മാതൃകയാക്കി എല്ലാവരും സ്വീകരിക്കുമോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന്റെ ഒപ്പം എത്ര ആളുകൾ കൂടും? ഇത് മാത്രമല്ല, ഇപ്പോൾ സുധാകരന്റെ വീട്ടിലേക്ക് ആലപ്പുഴയിലെ CPM പ്രവർത്തകർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സുധാകരനെ പിന്തുണച്ച് പലരും ഇപ്പോൾ പൊതുമധ്യത്തിൽ സംസാരിച്ചും തുടങ്ങിയിട്ടുണ്ട്, ഈ പാർട്ടിയിലുള്ളവർ തന്നെ. അപ്പോൾ അടിത്തറ ഇളകി എന്നുള്ള വലിയൊരു പേടി ഇപ്പോൾ CPM-നെ വേട്ടയാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ സുധാകരൻ വർഗവഞ്ചകനാണ്,
എല്ലാ പദവികളും കൊടുത്തിട്ടും സുധാകരൻ പാർട്ടിയെ വഞ്ചിച്ച് പുറത്തേക്ക് പോയി എന്ന് അവർ ഇങ്ങനെ നിരന്തരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുധാകരൻ കാലുവാരും, സുധാകരന്റെ ഒപ്പം പോകുന്നവർക്കെല്ലാം കാത്തിരിക്കുന്നത് പടുകുഴിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. സുധാകരൻ പോയാൽ പാർട്ടിക്ക് പുല്ലാണ് എന്ന് പറയുന്നവരോട് സുധാകരൻ തന്നെ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ എന്തിനാടാ നീയൊക്കെ എൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കടന്ന് മോങ്ങുന്നത് എന്നുള്ള ഒരു പ്രസ്താവനയാണ് സുധാകരൻ നടത്തുന്നത്. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കുക, അല്ലാതെ എൻ്റെ പിന്നാലെ കൂടി ഇങ്ങനെ ശാപവാക്കുകൾ ചൊരിയുന്നത് എന്തിനാണ്? ഇതൊക്കെ നിന്റെ മോങ്ങലാണ്, നിങ്ങളുടെ മോങ്ങലാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നതെന്ന് സുധാകര പക്ഷക്കാർ വിളിച്ചു കൂവുന്നു. അങ്ങനെ ആലപ്പുഴയിൽ അടിയും ഇടിയും ബഹളവുമായിട്ടാണ് CPM-ൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം കൃത്യമായി തിരിച്ചടിക്കുമെന്ന് പാർട്ടിക്ക് അറിയാം. MV ഗോവിന്ദനും ഇപ്പോൾ ആദ്യമൊക്കെ സുധാകരനെ പുച്ഛിച്ച് സംസാരിക്കുകയും പരിഹസിക്കുകയും പുച്ഛച്ചിരി നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന MV ഗോവിന്ദൻ ഇപ്പോൾ സുധാകരനെ കുറിച്ച് വലിയ രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. പിണറായി വിജയനാകട്ടെ ഒരക്ഷരം പോലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സുധാകരൻ അത്ര ചെറിയ നേതാവൊന്നുമല്ല എന്ന് കൃത്യമായി പിണറായിക്ക് അറിയാം. കാരണം പിണറായിക്ക് ആലപ്പുഴയിൽ VS-ന്റെ തട്ടകമായിരുന്നിടത്ത് ഈ പറയുന്ന പിണറായിക്ക് ചവിട്ടി നിൽക്കാൻ ഒരു മണ്ണ്, ആ ഭൂമി ഉറപ്പിച്ചു കൊടുത്തതിൽ പ്രധാനി സുധാകരനായിരുന്നു. അപ്പോൾ സുധാകരൻ എത്രത്തോളം സുധാകരൻ ആലപ്പുഴയിൽ ഹോൾഡ് ഉണ്ടെന്ന് പിണറായിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പിണറായി കൂടുതൽ ചൊടിപ്പിക്കാൻ നിൽക്കുന്നില്ല. എന്നാൽ ആലപ്പുഴയിൽ നിന്നുള്ള മറ്റ് നേതാക്കൾ ഇപ്പോൾ സുധാകരനെ കൊല്ലും തിന്നും എന്നുള്ള വെല്ലുവിളികളുമായിട്ട് അരങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അവരൊട്ടും പിന്മാറാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ഇതവരുടെ സുധാകരൻ പുറത്തു പോയത് കൊണ്ട് ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയുമ്പോഴും സുധാകരൻ പുറത്തു പോയത് ഞങ്ങൾക്ക് തട്ടുകേടാണ് എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. പലപ്പോഴും പല സത്യങ്ങളും നേതാക്കന്മാരുടെ വായിൽ നിന്ന് പുറത്തു വരുന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ഡ്രാക്കുള എന്ന് വിളിച്ച ആളാണ് മുൻ മന്ത്രി G സുധാകരൻ എന്നും അങ്ങനെയെങ്കിൽ തന്നെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് വിളിച്ചതിൽ വിഷമമില്ലെന്നും H സലാം MLA പ്രതികരിച്ചു. സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ചും പാർട്ടിയെ വഞ്ചിച്ചെന്നാരോപിച്ചും പുന്നപ്ര പറവൂരിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ പ്രസംഗിച്ചപ്പോഴായിരുന്നു സലാമിന്റെ ഈ പ്രതികരണം. സുധാകരന്റെ അടിസ്ഥാന വികാരം അധികാരം ലഭിക്കണം എന്ന് മാത്രമാണ്. അദ്ദേഹത്തെ പല പരിപാടികൾക്ക് ക്ഷണിച്ചപ്പോഴും ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന മറുപടി കത്താണ് ലഭിച്ചത്. എന്നിട്ടും ക്ഷണിച്ചില്ലെന്ന പ്രചാരണം മാധ്യമങ്ങൾ വഴി നടത്തി. എല്ലാം അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാണ്. സുധാകരൻ കൂടി അധ്വാനിച്ചുണ്ടാക്കിയ പാർട്ടിയാണെന്നും അത് മറക്കുന്നില്ലെന്നും സലാം പ്രതികരിച്ചു. സുധാകരൻ അംഗത്വം പുതുക്കിയിരുന്നേൽ തന്റെ ജോലി കൂട്ടിയേനെ എന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ പുറത്താക്കേണ്ടി വന്നേനെ, അത് ഒഴിവായി. പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ താനായിരുന്നു തീരുമാനിച്ചതെങ്കിൽ G സുധാകരൻ എന്ത് നിലപാട് സ്വീകരിക്കുമായിരുന്നുവെന്നും R നാസർ ചോദിച്ചു. 80 വയസ്സുവരെ പാർട്ടി ആനുകൂല്യം നേടിയ ആൾ ഇപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയെ വെല്ലുവിളിക്കുന്നു. അമ്പലപ്പുഴയിൽ സുധാകരൻ 3 തവണ ജയിച്ചത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചപ്പോഴാണ്. കുടയും കലവും ക്ലോക്കും വാച്ചും ചിഹ്നമാക്കി ഇങ്ങോട്ട് വാ, ജനങ്ങൾ വോട്ട് ചെയ്യും. G സുധാകരൻ ഒരു വെല്ലുവിളി ഉയർത്തി, അതിനെ അതിജീവിക്കുമെന്നും നാസർ പറഞ്ഞു. എല്ലാത്തിനും മീതെയാണ് പാർട്ടി എന്ന് പഠിപ്പിച്ച G സുധാകരന് ശത്രുപാളയത്തിലെത്താൻ എങ്ങനെ സാധിച്ചുവെന്ന് മനസ്സിലാകുന്നില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ചോദിച്ചു. രക്തസാക്ഷിയായ സ്വന്തം സഹോദരൻ G ഭുവനേശ്വരനെ തള്ളിപ്പറഞ്ഞത് സഹിക്കാനാകുന്നില്ല. 75 വയസ്സ് കഴിഞ്ഞ മറ്റുള്ളവരെ പോലെ സുധാകരനും പാർട്ടിയെ നയിക്കുകയാണ് വേണ്ടിയിരുന്നതെന്നും സുജാത പ്രതികരിച്ചു.